ഔദ്യോഗിക വസതിയിൽ നിന്നും നല്ല നടപ്പ് റോഡിലേക്ക് കുലശേഖരപതിയിൽ കാത്തുനിന്നു. ആ വഴി വന്ന ആദ്യ ബസ്സിൽ തന്നെ കയറിപ്പറ്റി. പിൻവാതിലിനോട് ചേർന്നുള്ള സീറ്റിൽ സ്ഥാനം പിടിച്ചു. പണ്ടൊക്കെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന KSRTC-യിലാണ്. ഇനിയിപ്പം വേറൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഒഫീഷ്യൽ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ പ്രൈവറ്റ് ബസ് വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റേതായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പം പൊതുഗതാഗതത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും കുറഞ്ഞിരിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു യാത്രയുടെ കരുതുന്നത്. ആളെ ചിലർക്കെല്ലാം ആദ്യ കാഴ്ചയിൽ തന്നെ പിടികിട്ടി. അന്തം വിട്ടു നോക്കിയവർ അടുത്ത സീറ്റിലുള്ളവരോട് കാര്യം തിരക്കി. അങ്ങനെയാണ് യാത്രക്കാര്യം പലർക്കും പിടികിട്ടിയത്. സ്റ്റാൻഡിലെത്തിയപ്പോൾ ബസ് മാറിക്കയറി. ഇതിനിടെ KSRTC ജീവനക്കാരുടെ വകയായി കളക്ടർക്കൊരു കാലിച്ചായ. ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാറുള്ളതാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഒരു നല്ലൊരു ഗിഫ്റ്റാണെന്ന് പറയാം നമ്മുടെ കളക്ടർ. കോട്ടയത്തിനുള്ള ബസ്സിലായിരുന്നു രണ്ടാം ഘട്ട യാത്ര. കളക്ടർ എവിടത്തേക്കാണ് ടിക്കറ്റ് എടുത്തത്? സെന്റ് പീറ്റേഴ്സ് ചർച്ച്. അത് ഷെഡ്യൂൾ സന്തോഷകരമാണ്. ആള് കയറും. കളക്ടർ യാത്ര ചെയ്തുവെന്ന് കണ്ടാൽ KSRTC-യിൽ ആള് കയറുമോ? ആനവണ്ടി കോർപ്പറേഷന്റെ ശനിദശ മാറുമോ? നല്ല അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ പ്രവൃത്തി ചെയ്യുമ്പോഴേ അപ്പോൾ ആൾക്കാർക്കൊരു ഒച്ചപ്പെടും. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. ജീവനക്കാർ കൂടി മനസ്സ് വെച്ചാലേ രക്ഷയുള്ളൂ. ജീവനക്കാർ ഒന്നുകൂടെയൊക്കെ റെസ്പോൺസിബിലിറ്റി എടുത്താൽ അവർ ചിലർ ധിക്കാരമായിട്ടൊക്കെ ഇടപെടുന്ന ആൾക്കാരുണ്ട്. ക്രമീകരിക്കുമെന്ന് തോന്നുന്നില്ല. യാത്രക്കിടെ കളക്ടർ സെന്റ് പീറ്റേഴ്സ് കവലയിൽ ബസ് ഇറങ്ങി 400 മീറ്റർ നടന്ന് ഓഫീസിലേക്ക്. ഒരു വാഹനം ഒരു ദിവസം നിരത്തിലിറങ്ങാതിരുന്നാൽ അത്രയ്ക്ക് വായു മലിനീകരണത്തിൽ കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഉപേക്ഷിച്ച് കഴിയുന്നവരൊക്കെ തന്നെ പൊതുഗതാഗതത്തെ ആശ്രയിക്കണമെന്ന സന്ദേശമാണ് കളക്ടർ ഈ യാത്രയിലൂടെ നൽകുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.